പാലക്കാടൻ അതിർത്തിയോട് ചേർന്നുള്ള കിഴക്കേക്കര ഗ്രാമം. വറ്റിവരണ്ട ഭാരതപ്പുഴയുടെ തീരവും ഇരുളടഞ്ഞ കരിമ്പനക്കാടുകളും വലിയ നെൽപ്പാടങ്ങളും നിറഞ്ഞ ഒരിടം. ആ നാട്ടുകാർക്ക് ഇരുട്ടി വെളുത്താൽ പറയാൻ ഒരൊറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ: ചാമിയൊടിയൻ. മനുഷ്യനെ മൃഗമാക്കാനും ഇരുട്ടിൽ അദൃശ്യനാകാനും മന്ത്രശക്തിയുള്ള ഒടിവിദ്യ അറിയാവുന്ന അവസാനത്തെ ഒടിയൻ. പണത്തിനു വേണ്ടി ആരെയും ഒടിവെക്കാൻ ചാമിയൊടിയൻ മടിക്കില്ലെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. ഈ ഗ്രാമത്തിലെ ഒരു പഴയ തറവാടായ മാളിയേക്കൽ വീട്ടിലേക്ക് പുതിയ മാനേജരായി എത്തിയതായിരുന്നു രാഘവൻ. നഗരത്തിൽ വളർന്ന രാഘവന് ഈ ഒടിയൻ കഥകളിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. കേവലം അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞ് അവൻ അതിനെയെല്ലാം പുച്ഛിച്ചു തള്ളി. മാളിയേക്കൽ തറവാട്ടിലെ പ്രായമായ വേലക്കാരൻ ശങ്കരൻ നായർ ആദ്യ ദിവസം തന്നെ രാഘവന് ചില മുന്നറിയിപ്പുകൾ നൽകി. രാഘവ, ഇത് കൽക്കട്ടയോ മദ്രാസോ അല്ല, കരിമ്പനകളുടെ കാറ്റടിക്കുന്ന കിഴക്കേക്കരയാണ്. സന്ധ്യ കഴിഞ്ഞാൽ പാടവരമ്പത്ത് കൂടി ഒറ്റയ്ക്ക് നടക്കരുത്, പ്രത്യേകിച്ച് ഈ കറുത്തവാവ് അടുത്ത ദിവസങ്ങളിൽ. എന്താ ശങ്കരൻ നായരെ, ഒടിയൻ വരുമോ? രാഘവൻ പരിഹാസത്തോട് ചോദിച്ചു. ചിരിക്കേണ്ട രാഘവ, ശങ്കരൻ നായരുടെ മുഖം ഗൗരവമുള്ളതായി. ഒടിയൻ വരുന്നത് മനുഷ്യൻ്റെ രൂപത്തിലാവില്ല. ചിലപ്പോൾ ഒരു കരിങ്കാലിയായ പോത്ത്, അല്ലെങ്കിൽ ചെവി മുറിഞ്ഞ കാട്ടുപൂച്ച, അതുമല്ലെങ്കിൽ വഴിയിൽ കിടക്കുന്ന ഒരു വടി. നമ്മളതിനെ കടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് കഴുത്ത് തിരിച്ചു കളയും. ഒടിവെക്കുക എന്നാണ് അതിന് പറയുക. കറുത്ത തുണി കൊണ്ട് വായ പൊത്തിപ്പിടിച്ചാണ് അവൻ വരിക. രാഘവൻ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. മൂന്നാമത്തെ ദിവസം തറവാട്ടിലെ കണക്കുകൾ തീർത്ത് രാഘവൻ ടൗണിൽ പോയി മടങ്ങി വരുമ്പോൾ രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിലേക്കുള്ള അവസാന ബസ് കേടായതിനെ തുടർന്ന് അവന് പാടവരമ്പത്തുകൂടി നടക്കേണ്ടി വന്നു. ആകാശം മേഘാവൃതമായിരുന്നു. നിലാവില്ലാത്ത കറുത്ത രാത്രി. ഇരുവശത്തും പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ. അകലെ കരിമ്പനകളുടെ ഓലകൾ കാറ്റിൽ ഉരസുന്ന ശബ്ദം ഒരു മന്ത്രവാദം പോലെ അന്തരീക്ഷത്തിൽ മുഴങ്ങി. രാഘവൻ തൻ്റെ ഫോണിൻ്റെ ടോർച്ച് വെളിച്ചത്തിലാണ് നടക്കുന്നത്. പെട്ടെന്ന് ദൂരെ ഒരു കരിമ്പനയുടെ ചുവട്ടിൽ എന്തോ ഒരു അനക്കം അവൻ കണ്ടു. അവൻ ടോർച്ചടിച്ചു നോക്കി. അവിടെ ആരുമില്ല. പക്ഷേ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് കാളക്കുട്ടന്മാരുടെ ദേഹത്തു നിന്നും വരുന്ന ഒരു പ്രത്യേക ചാണകമണവും കാട്ടുചെടികളുടെ വന്യമായ ഗന്ധവും പടർന്നു. അവൻ നടപ്പിൻ്റെ വേഗത കൂട്ടി. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ പാടവരമ്പിൻ്റെ നടുവിലായി ഒരു കറുത്ത പോത്ത് നിൽക്കുന്നത് രാഘവൻ കണ്ടു. ഈ അർദ്ധരാത്രിയിൽ ആരാണ് പോത്തിനെ പാടത്ത് കെട്ടിയിരിക്കുന്നത്? അവൻ അതിൻ്റെ അരികിലേക്ക് നടന്നു. ടോർച്ച് വെളിച്ചം അതിൻ്റെ മുഖത്തേക്ക് വീണപ്പോൾ രാഘവൻ്റെ ചോര മരവിച്ചുപോയി. ആ മൃഗത്തിൻ്റെ കണ്ണുകൾ സാധാരണ പോത്തുകളുടേത് പോലെയായിരുന്നില്ല. അത് തിളങ്ങുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ്റെ കണ്ണുകളായിരുന്നു. അതിലും ഭീകരം, ആ മൃഗത്തിൻ്റെ മുൻകാലുകൾ രണ്ടും മനുഷ്യൻ്റെ കൈകൾ പോലെയായിരുന്നു. രാഘവൻ ഭയന്നു വിറച്ച് പിന്നോട്ട് മാറി. ആ നിമിഷം ആ മൃഗം വായുവിൽ അപ്രത്യക്ഷമായി. പകരം ഒരു കരിങ്കാറ്റ് അവന് ചുറ്റും വീശിയടിച്ചു. ചാമിയൊടിയൻ. രാഘവൻ്റെ ചുണ്ടുകൾ മന്ത്രി. ശങ്കരൻ നായർ പറഞ്ഞത് സത്യമാണ്. രാഘവൻ തറവാട്ടിലേക്ക് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. പാടവരമ്പ് തീരുന്നില്ലേന്ന് അവന് തോന്നി. പിന്നിൽ നിന്നും ഭാരമേറിയ എന്തോ ഒന്ന് ഓടിവരുന്ന ശബ്ദം കേൾക്കാം. മൃഗത്തിൻ്റെ കുളമ്പടിയൊച്ചയും മനുഷ്യൻ്റെ കാൽപ്പാടുകളുടെ ശബ്ദവും കലർന്ന ഒന്ന്. രാഘവൻ തിരിഞ്ഞു നോക്കാതെ ഓടി തറവാടിൻ്റെ പടിക്കലെത്തി. അകത്തു കയറി അവൻ വാതിലടച്ച് കുറ്റിയിട്ടു. നെഞ്ചിടിപ്പ് നിലയ്ക്കുന്ന അവസ്ഥയിലായിരുന്നു അവൻ. ഹാളിലെ സോഫയിലേക്ക് അവൻ തളർന്നിരുന്നു. പെട്ടെന്ന് തറവാടിൻ്റെ വലിയ തേക്ക് മരത്തിൻ്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. രാഘവ, വാതിൽ തുറക്ക്. ഞാൻ ശങ്കരൻ നായരാണ്. നിന്നെ തിരഞ്ഞിറങ്ങിയതാ. പുറത്തുനിന്ന് ശങ്കരൻ നായരുടെ ശബ്ദം കേട്ടു. രാഘവൻ ആശ്വാസത്തോടെ എഴുന്നേറ്റു. വാതിലിനടുത്തേക്ക് നടന്നു. വാതിലിൻ്റെ പിടിയിൽ പിടിക്കാൻ ആഞ്ഞപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ശങ്കരൻ നായർ സംസാരിക്കുമ്പോൾ സാധാരണ ഒരു ചെറിയ ചുമ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ശബ്ദത്തിന് ഒരു വന്യമായ ഗാംഭീര്യമുണ്ട്. അവൻ വാതിലിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്തു നിൽക്കുന്നത് ശങ്കരൻ നായർ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെവികൾ കുതിരയുടേതുപോലെ നീണ്ടതായിരുന്നു. തലയിൽ ചെറിയ 2 കൊമ്പുകൾ മുളച്ചു വരുന്നുണ്ടായിരുന്നു. താഴേക്ക് നോക്കിയ രാഘവൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഒരു കാൽ മനുഷ്യൻ്റേതും മറ്റേ കാൽ പോത്തിൻ്റെ കുളമ്പുമായിരുന്നു. ഒടിയൻ ശങ്കരൻ നായരുടെ രൂപമെടുത്തിരിക്കുകയാണ്. തുറക്കില്ലടാ ഒടിയ, രാഘവൻ അകത്തു നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതുവരെ ശങ്കരൻ നായരുടെ ശബ്ദത്തിൽ സംസാരിച്ച രൂപം പെട്ടെന്ന് ഒരു വികൃതമായ വന്യമായ ശബ്ദത്തിൽ ചിരിക്കാൻ തുടങ്ങി. നീ രക്ഷപ്പെടില്ല രാഘവ. മാളിയേക്കലിലെ തമ്പുരാൻ എനിക്ക് പണം തന്നിട്ടുണ്ട്.
നിന്നെ കഴുത്ത് തിരിക്കാൻ. അടുത്ത നിമിഷം പുറത്തു നിന്നും ഒരു വലിയ പോത്തിൻ്റെ അമർച്ച കേട്ടു. വാതിലിൽ ശക്തിയായ ഇടി വീണു. തറവാടിൻ്റെ മേൽക്കൂരയിലെ ഓടുകൾ ഓരോന്നായി പൊട്ടി താഴേക്ക് വീഴാൻ തുടങ്ങി. ഒടിയൻ മേൽക്കൂര വഴി അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. രാഘവൻ മുറിക്കുള്ളിലെ പൂജാമുറിയിലേക്ക് ഓടിക്കയറി. അവിടെയുണ്ടായിരുന്ന ഭദ്രകാളിയുടെ ചിത്രത്തിന് മുന്നിൽ അവൻ ഇരുന്നു. ഒടിയന്മാർക്ക് ഭയമുള്ളത് കാളിയുടെ വെളിച്ചപ്പാടന്മാരെയും മന്ത്രമൂർത്തികളെയുമാണെന്ന് അവൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. മുറിയുടെ പുറത്ത് എന്തൊക്കെയോ തല്ലിപ്പൊളിക്കുന്ന ശബ്ദം കേട്ടു. വലിയ നഖങ്ങൾ തറയിൽ ഉരസുന്ന ശബ്ദം പൂജാമുറിയുടെ വാതിലിനടുത്തെത്തി. വാതിലിൻ്റെ അടിയിലെ വിടവിലൂടെ കറുത്ത പുക അകത്തേക്ക് വരാൻ തുടങ്ങി. രാഘവൻ അവിടെയുണ്ടായിരുന്ന വലിയ നിലവിളക്ക് കൊളുത്തി വാതിലിന് നേരെ വെച്ചു. വെളിച്ചം കണ്ടതും പുറത്തുനിന്ന് ഒരു ഭീകരമായ നിലവിളി ഉയർന്നു. "ഈ വെളിച്ചം മാറ്റടാ!" ഒടിയൻ ഗർജിച്ചു. രാഘവൻ ധൈര്യം സംഭരിച്ച് പൂജാമുറിയിലെ വലിയ വെങ്കലമണി ഉച്ചത്തിൽ മുഴക്കാൻ തുടങ്ങി. മണിനാദവും വിളക്കിൻ്റെ വെളിച്ചവും ആ തറവാടാകെ നിറഞ്ഞു. പുറത്ത് ഒടിയൻ്റെ രൂപം മാറുന്നതിൻ്റെയും നിലവിളിക്കുന്നതിൻ്റെയും ശബ്ദങ്ങൾ കേട്ടു. ഏകദേശം ഒരു മണിക്കൂറോളം ആ പോരാട്ടം തുടർന്നു. ഒടുവിൽ ദൂരെ അമ്പലത്തിൽ നിന്ന് പുലർച്ചെയുള്ള ശംഖനാദം കേട്ടതോടെ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളെല്ലാം പൂർണ്ണമായി നിലച്ചു. ഒരു കാക്ക കരയുന്ന ശബ്ദം മാത്രം അവശേഷിച്ചു. രാവിലെ ശങ്കരൻ നായരും നാട്ടുകാരും തറവാട്ടിലെത്തിയപ്പോൾ കണ്ടത് ഹാളാകെ തകർന്നു കിടക്കുന്നതാണ്. പൂജാമുറിയിൽ വിളക്കിന് മുന്നിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു രാഘവൻ. അവർ അവനെ ഉണർത്തി കാര്യം തിരക്കി. രാഘവൻ കണ്ടതെല്ലാം പറഞ്ഞു. അപ്പോഴാണ് ശങ്കരൻ നായർ ആ വാർത്ത പറഞ്ഞത്. "രാഘവ, നീ പറഞ്ഞത് ശരിയാ. ഇന്നലെ രാത്രി ചാമിയൊടിയൻ മരിച്ചു. പുലർച്ചെ വറ്റിവരണ്ട പുഴക്കരയിൽ ഒരു പോത്തിൻ്റെ കുളമ്പടിയേറ്റതുപോലെ നെഞ്ചു തകർന്ന് വായപൊത്തിയ നിലയിലായിരുന്നു അയാളുടെ ശവം കണ്ടത്. ഒടിവിദ്യ പിഴച്ചതാവൂ." രാഘവൻ പിന്നീട് ഗ്രാമത്തിൽ നിന്നിട്ടില്ല. അവൻ നഗരത്തിലേക്ക് മടങ്ങി. രാഘവൻ കിഴക്കേക്കര ഗ്രാമം വിട്ട് നഗരത്തിലെത്തിയിട്ട് 3 മാസങ്ങൾ കഴിഞ്ഞിരുന്നു. എങ്കിലും ഉറക്കമില്ലാത്ത രാത്രികളും കരിമ്പനക്കാടുകളുടെ വന്യമായ ഗന്ധവും അവനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. സൈക്യാട്രിസ്റ്റിൻ്റെ മരുന്നുകൾക്കോ നഗരത്തിൻ്റെ ആൾക്കൂട്ടത്തിനോ അവൻ്റെ ഉള്ളിലെ ഭയത്തെ മാറ്റാൻ കഴിഞ്ഞില്ല. എന്നാൽ ചാമിയൊടിയൻ്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചുവെന്നു കരുതിയ രാഘവൻ്റെ തെറ്റായ ധാരണകളെ തിരുത്തിക്കൊണ്ട് ഒരു കത്ത് അവനെ തേടിയെത്തി. മാളിയേക്കൽ തറവാട്ടിലെ കണക്കപ്പിള്ളയായിരുന്ന നീലകണ്ഠൻ എഴുതിയതായിരുന്നു ആ കത്ത്. "രാഘവ, നീ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഉടൻ കിഴക്കേക്കരയിലേക്ക് മടങ്ങി വരണം. ചാമിയൊടിയൻ മരിച്ചെങ്കിലും അയാൾ ചെയ്ത ആഭിചാരത്തിൻ്റെ കറുത്ത കയർ നിന്റെ കഴുത്തിൽ വീണു കഴിഞ്ഞു. മാളിയേക്കൽ തമ്പുരാൻ നിനക്കായി ഒരുക്കിയ മരണക്കുടുക്ക് ചാമിയോടെ അവസാനിച്ചിട്ടില്ല. നീ വന്നില്ലെങ്കിൽ നിന്റെ ചോര കുടിച്ച് ആ ശക്തികൾ നിന്നെ തേടി നഗരത്തിലെത്തും." കത്ത് വായിച്ചു തീർന്നതും രാഘവൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും കോൾ വന്നു. ഫോൺ ചെവിയോട് ചേർത്ത രാഘവൻ കേട്ടത് മനുഷ്യൻ്റേതല്ലാത്ത പരുക്കൻ ഭയാനകമായ ഒരു ശ്വാസ ശബ്ദമായിരുന്നു. കൂടെ ഒരു കുളമ്പടിയൊച്ചയും. ഭയം അവനെ വീണ്ടും കിഴക്കേക്കരയുടെ മണ്ണിലേക്ക് എത്തിച്ചു. രാത്രി 9 മണിയോടെയാണ് രാഘവൻ കിഴക്കേക്കരയിൽ തിരിച്ചെത്തിയത്. ഗ്രാമം പഴയതിലും ഭയാനകമാം വിധം നിശബ്ദമായിരുന്നു. മാളിയേക്കൽ തറവാട്ടിലേക്ക് പോകും വഴി വറ്റിവരണ്ട ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു ചുവന്ന വെളിച്ചം അവൻ കണ്ടു. ജിജ്ഞാസയോടെയും ഭയത്തോടെയും രാഘവൻ അങ്ങോട്ട് നീങ്ങി. അവിടെ ഒരു കരിമ്പനയുടെ ചുവട്ടിൽ ചരടുകളും തലയോടുകളും കോഴിച്ചോരയും കൊണ്ട് ഒരു ഭീകരമായ മന്ത്രക്കളം ഒരുക്കിയിരുന്നു. അതിനു നടുവിൽ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച നിലയിൽ ഒരു കറുത്ത ആടിൻ്റെ ശവം കിടപ്പുണ്ടായിരുന്നു. അതിനരികിൽ നിന്നിരുന്ന രൂപം കണ്ട് രാഘവൻ്റെ ശ്വാസം നിലച്ചുപോയി. അത് ചാമിയൊടിയൻ്റെ മകൻ ചെമ്പൻ കൊരപ്പനായിരുന്നു. പിതാവിനേക്കാൾ ക്രൂരനും മൃഗീയവുമായ ഒടിവിദ്യകൾ വശമുള്ളവൻ. "എൻ്റെ അച്ഛനെ കൊന്ന മണിനാഥവും വെളിച്ചവും നിന്നെ രക്ഷിക്കലടാ രാഘവ!" ഇരുട്ടിൽ നിന്നും കൊരപ്പൻ്റെ അട്ടഹാസമുയർന്നു. "അച്ഛൻ്റെ ഒടിവിദ്യ പിഴച്ചതല്ല. നീ കൊളുത്തിയ വിളക്കിൻ്റെ വെളിച്ചത്തിൽ രൂപം മാറാൻ കഴിയാതെ മന്ത്രശക്തി തിരിച്ചടിച്ചതാണ്. ആ പകയ്ക്ക് നിന്റെ ചോര തന്നെ വേണം." ഭയന്നോടിയ രാഘവൻ നേരെ എത്തിയത് മാളിയേക്കൽ തറവാട്ടിലാണ്. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് അതിലും വലിയ ക്രൂരതയായിരുന്നു. തറവാടിൻ്റെ ഉമ്മറത്ത് ശങ്കരൻ നായർ കഴുത്ത് 180 ഡിഗ്രി തിരിഞ്ഞ നിലയിൽ രക്തം വാർന്ന് മരിച്ചു കിടക്കുന്നു. കണ്ണുകൾ ഭയത്താൽ പുറത്തേക്ക് തള്ളി വന്നിരുന്നു. ഒടിയൻ്റെ ക്രൂരതയ്ക്ക് ആ പാവം ഇരയായിരുന്നു. പെട്ടെന്ന് തറവാടിൻ്റെ വലിയ വാതിലുകൾ തനിയെ അടഞ്ഞു. അന്തരീക്ഷം ആകെ കറുത്ത പുകയാൽ നിറഞ്ഞു.
ശവത്തിൻ്റെ ചീഞ്ഞ ഗന്ധവും ചോരമണവും മുറിക്കുള്ളിൽ പടർന്നു. മുകളിൽ നിന്നും ഓടുകൾ പൊട്ടി വീഴാൻ തുടങ്ങി. ഭിത്തികളിൽ വലിയ നഖങ്ങൾ കൊണ്ട് പോറുന്ന ശബ്ദം. രാഘവൻ പ്രാണരക്ഷാർത്ഥം കഴിഞ്ഞ തവണ തന്നെ രക്ഷിച്ച പൂജാമുറിയിലേക്ക് ഓടി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവനെ തളർത്തിക്കളഞ്ഞു. പൂജാമുറിയിലെ ഭദ്രകാളിയുടെ ചിത്രം കുത്തിക്കീറിയ നിലയിലായിരുന്നു. ഒടിയൻ രാഘവൻ്റെ എല്ലാ രക്ഷാമാർഗങ്ങളും അടച്ചിരുന്നു. പെട്ടെന്ന് ഹാളിൽ നിന്നും ഒരു ഭീകരരൂപം പൂജാമുറിയുടെ നേർക്ക് നടന്നു വന്നു. അത് ഒരൊറ്റ മൃഗമായിരുന്നില്ല. അരയ്ക്ക് താഴെ ഒരു കൂറ്റൻ കാട്ടുപോത്തിൻ്റെ ശരീരവും കുളമ്പുകളും, അരയ്ക്ക് മുകളിലേക്ക് കറുത്ത രോമങ്ങൾ നിറഞ്ഞ മനുഷ്യ ശരീരവും, മുഖം പകുതി ചീഞ്ഞളിഞ്ഞ ചെമ്പൻ കുരപ്പൻ്റേതുമായിരുന്നു. അവൻ്റെ കൈകളിൽ മൂർച്ചയുള്ള നഖങ്ങൾക്ക് പകരം നീണ്ട കടാരകൾ മുളച്ചു വന്നിരുന്നു. നിന്റെ ചോര കുടിച്ചേ ഞാൻ അടങ്ങൂ. ആ ഭീകരരൂപം ഒരൊറ്റച്ചാട്ടത്തിന് രാഘവൻ്റെ നെഞ്ചിലേക്ക് വീണു. അതിൻ്റെ ഭാരമേറിയ കുളമ്പുകൾ രാഘവൻ്റെ നെഞ്ചിൽ അമർന്നു. വാരിയലുകൾ ഒടിയുന്ന ശബ്ദം അവൻ കേട്ടു. കുരപ്പൻ രാഘവൻ്റെ കഴുത്തിൽ തൻ്റെ നഖങ്ങൾ ആഴ്ത്തി. ചോര ചീറ്റിത്തെറിച്ചു. രാഘവൻ വേദനയും ഭയവും കൊണ്ട് പിടഞ്ഞു. ശ്വാസം കിട്ടാതെ അവൻ മരണത്തോടടുത്തു. തറയിൽ വീണുകിടന്ന ഉടഞ്ഞ നിലവിളക്കിൻ്റെ മൂർച്ചയുള്ള ഒരു വെങ്കല കഷ്ണം രാഘവൻ്റെ കൈകളിൽ തടഞ്ഞു. അവസാന ശക്തിയുമെടുത്ത് അവൻ ആ വെങ്കല കഷ്ണം ഒടിയൻ്റെ തിളങ്ങുന്ന വലതു കണ്ണിലേക്ക് ആഴ്ന്നിറക്കി. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ചോര മരവിക്കുന്ന ഒരു നിലവിളി ആ തറവാടാകെ മുഴങ്ങി. കുരപ്പൻ കണ്ണും പൊത്തി പിന്നോട്ട് മാറി. കണ്ണ് തകർന്നതോടെ ഒടിയൻ്റെ മാന്ത്രിക വലയം തകർന്നു. അവൻ്റെ ശരീരത്തിൽ നിന്നും കറുത്ത രോമങ്ങൾ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. രൂപം മാറാൻ കഴിയാതെ അവൻ തറയിൽ കിടന്ന് പിടഞ്ഞു. രാഘവൻ ചോര ഒലിക്കുന്ന കഴുത്തുമായി തറവാടിന് പുറത്തേക്ക് ഓടി. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ മാളിയേക്കൽ തറവാട്ടിലെത്തുമ്പോൾ കണ്ടത് ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. ഹാളിൽ ശങ്കരൻ നായരുടെ ശവത്തിനരികിൽ വലതു കണ്ണ് തകർന്ന് ശരീരം പകുതി പോത്തായും പകുതി മനുഷ്യനായും മാറിയ നിലയിൽ ചെമ്പൻ കുരപ്പൻ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ഒടിവിദ്യയുടെ ശാപം പൂർണ്ണമായി ഏറ്റ് അവൻ്റെ ശരീരം അഴുകിത്തുടങ്ങിയിരുന്നു. രാഘവനെ തറവാടിൻ്റെ കിണറ്റിനരികിൽ ബോധരഹിതനായി ചോരയിൽ കുളിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തി. അവൻ ജീവനോടെയുണ്ടെങ്കിലും ആ രാത്രിയിലെ ഭയം അവൻ്റെ മാനസിക നില പൂർണ്ണമായി തകർത്തിരുന്നു. കിഴക്കേക്കര ഗ്രാമത്തെ വിഴുങ്ങിയ ആ കറുത്ത രാത്രിക്ക് ശേഷം 5 വർഷങ്ങൾ കടന്നുപോയി. ഭ്രാന്താലയത്തിലെ അടച്ചിട്ട മുറിയിൽ ചങ്ങലകളിൽ ഒതുക്കപ്പെട്ട രാഘവൻ്റെ മനസ്സ് ഇപ്പോഴും ആ കരിമ്പനക്കാടുകളിലായിരുന്നു. കഴുത്തിലെ ആഴത്തിലുള്ള ആ പാടുകൾ മാഞ്ഞിരുന്നില്ല. ഒരു അമാവാസി രാത്രിയിൽ ഭ്രാന്താലയത്തിൻ്റെ ജനൽപ്പാളികൾ തകർത്ത് അകത്തേക്ക് വീശിയ കരിങ്കാറ്റിൽ രാഘവൻ അപ്രത്യക്ഷനായി. അവൻ്റെ ഉള്ളിലെ ഭയമല്ല, മറിച്ച് അവനെ നിയന്ത്രിച്ചിരുന്ന മറ്റൊരു ശക്തി അവനെ തിരികെ കിഴക്കേക്കരയിലേക്ക് വലിച്ചടുപ്പിക്കുകയായിരുന്നു. അതേസമയം ശാപഗ്രസ്തമായ മാളിയേക്കൽ തറവാട് അപ്പോഴും ആളൊഴിഞ്ഞ് ഇരുട്ടിൽ മൂടിക്കിടന്നു. എന്നാൽ ചാമിയൊടിയൻ്റെയും കൊരപ്പൻ്റെയും വംശത്തിലെ അവസാനത്തെ കണ്ണി കരിമ്പൻ കാളി. കരിമ്പൻ കാളി എന്ന മന്ത്രവാദിനി അവിടെയൊരു പുതിയ ചോരക്കളം ഒരുക്കുകയായിരുന്നു. കൊരപ്പൻ്റെ മകൾ. അർദ്ധരാത്രിയിൽ മാളിയേക്കൽ തറവാടിന് നടുമുറ്റത്ത് ഒരു വലിയ ഹോമകുണ്ഡം കത്തുന്നുണ്ടായിരുന്നു. വറ്റിവരണ്ട ഭാരതപ്പുഴയിലെ കറുത്ത മണ്ണും ചാമിയൊടിയൻ്റെ ശവക്കല്ലറയിൽ നിന്നുള്ള ഭസ്മവും ചേർത്താണ് കാളി ആഭിചാരം നടത്തിയത്. അവൾക്ക് ഒടുവിദ്യ മാത്രമല്ല, മരിച്ച ഒടിയന്മാരുടെ ആത്മാക്കളെ ആവാഹിച്ച് ശരീരത്തിൽ കയറ്റുന്ന പ്രേതഒടി എന്ന നിഷിദ്ധ വിദ്യയും അറിയാമായിരുന്നു. തറവാടിൻ്റെ തകർന്ന പടിപ്പുര കടന്ന് രാഘവൻ അകത്തേക്ക് നടന്നു വന്നു. അവൻ്റെ കണ്ണുകൾക്ക് ജീവനുണ്ടായിരുന്നില്ല. അവ ഒരു മരപ്പാവയെപ്പോലെ ചലിച്ചു. കാളിയുടെ മന്ത്രശക്തി അവനെ പൂർണ്ണമായി അടിമയാക്കിയിരുന്നു. വന്നു, ഒടുവിൽ നീ വന്നു രാഘവ. കാളിയുടെ വികൃതമായ മുഖത്ത് ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ജീവനെടുത്ത ഈ മണ്ണിൽ വെച്ച് തന്നെ നിന്റെ വംശം അവസാനിക്കണം. പക്ഷേ അതിനു മുൻപ് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അവൾ തറവാടിൻ്റെ ഭൂഗർഭ അറയിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ ഒരാളുണ്ടായിരുന്നു. മാളിയേക്കൽ തറവാട്ടിലെ പ്രായമായ വലിയ തമ്പുരാൻ. അന്ന് ചാമിയൊടിയന് പണം കൊടുത്ത് രാഘവനെ കൊല്ലാൻ നോക്കിയ അതേ തമ്പുരാൻ. മാളിയേക്കലിലെ ചോരയും ഒടിയൻ്റെ ശക്തിയും തമ്മിലുള്ള കരാർ വർഷങ്ങൾ പഴക്കമുള്ളതാണ് തമ്പുരാനെ, കാളി ഗർജിച്ചു. പണത്തിനു വേണ്ടി ഞങ്ങളെ മൃഗങ്ങളാക്കിയ നിന്റെ ചോരയും
ഞങ്ങളുടെ വംശം മുടിച്ച ഇവൻ്റെ ചോരയും ഒന്നിച്ചു വീഴുമ്പോഴേ ഒടിശാപം പൂർണ്ണമാകൂ. കാളി മന്ത്രം ചൊല്ലി രാഘവൻ്റെ കൈകളിലേക്ക് മൂർച്ചയുള്ള ഒരു കൊടുവാളെടുത്തു നൽകി. ഭ്രാന്തമായ അവസ്ഥയിലായിരുന്ന രാഘവൻ കൊടുവാളുമേന്തി തമ്പുരാൻ്റെ അരികിലേക്ക് നീങ്ങി. തമ്പുരാൻ ഭയന്നു നിലവിളിച്ചെങ്കിലും രാഘവൻ്റെ കൈകൾ ദയയില്ലാതെ ചലിച്ചു. ഒരൊറ്റ വെട്ടിന് തമ്പുരാൻ്റെ തല നിലത്തുരുണ്ടു. ചോര ഹോമകുണ്ഡത്തിലേക്ക് തെറിച്ചു വീണു. തമ്പുരാൻ്റെ ചോര വീണതോടെ അന്തരീക്ഷം മാറിമറിഞ്ഞു. അന്തരീക്ഷത്തിൽ കരിമ്പനകളുടെ ഓലകൾ അതിശക്തിയായി കാറ്റിൽ ഡസാൻ തുടങ്ങി. ജനലുകളും വാതിലുകളും തനിയെ അടഞ്ഞും തുറന്നും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പെട്ടെന്ന് തറവാടിൻ്റെ ഭിത്തികളിൽ നിന്നും 3 കറുത്ത നിഴലുകൾ വേർപെട്ടു വന്നു. ഒന്ന് കഴുത്തു തിരിഞ്ഞ ശങ്കരൻ നായരുടേത്, മറ്റൊന്ന് കണ്ണു തകർന്ന ചെമ്പൻ കൊരപ്പൻ്റേത്, മൂന്നാമത്തേത് ചാമിയൊടിയൻ്റെ ഭീകരരൂപം. ആ പ്രേതങ്ങൾ രാഘവന് ചുറ്റും വട്ടം വെച്ചു പറക്കാൻ തുടങ്ങി. തമ്പുരാൻ്റെ മരണത്തോടെ രാഘവൻ്റെ ഉള്ളിലെ ബാധ വിട്ടുമാറി. അവൻ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. ചുറ്റും ചോരയും പ്രേതരൂപങ്ങളും കാളിയുടെ അട്ടഹാസവും കണ്ട് അവൻ ഞെട്ടിവിറച്ചു. ഇനി നിന്റെ ഊഴമാണ് രാഘവ. കാളി തൻ്റെ കൈകൾ വായുവിൽ വീശി. അടുത്ത നിമിഷം അവൾ ഒരു കൂറ്റൻ 8 കണ്ണുകളുള്ള കാട്ടുപൂച്ചയായി രൂപം മാറി രാഘവൻ്റെ മുഖത്തേക്ക് ചാടി വീണു. അവളുടെ നഖങ്ങൾ രാഘവൻ്റെ കണ്ണുകളെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. എന്നാൽ ഇത്തവണ രാഘവൻ ഭയന്നില്ല. 5 വർഷത്തെ ഭ്രാന്തും പീഡനങ്ങളും അവനെ ഒരു മൃഗത്തെപ്പോലെയാക്കി മാറ്റിയിരുന്നു. അവൻ കയ്യിലിരുന്ന കൊടുവാൾ വീശി ആ കാട്ടുപൂച്ചയുടെ ഒരു കാൽ വെട്ടിമാറ്റി. ഭീകരമായ ഒരു നിലവിളിയോടെ പൂച്ച വീണ്ടും മനുഷ്യരൂപത്തിലായി തറയിൽ വീണു. കരിമ്പൻ കാളിയുടെ വലതുകാൽ അറ്റ നിലയിലായിരുന്നു. നിന്റെ ഒടിവിദ്യ എൻ്റെ ജീവിതം തകർത്തു. ഇനി ഈ മണ്ണിൽ ഒരു ഒടിയനും അവശേഷിക്കരുത്, രാഘവൻ അട്ടഹസിച്ചു. അവൻ കൊടുവാളുമേന്തി കാളിയുടെ നേർക്ക് അടുത്തു. എന്നാൽ കാളി മരിക്കുന്നതിന് മുൻപ് തൻ്റെ ചോര ഹോമകുണ്ഡത്തിലേക്ക് എറിപ്പിച്ചുകൊണ്ട് അവസാനത്തെ ശാപം ചൊല്ലി. ഈ ഒടിവിദ്യ അവസാനിക്കില്ലടാ, ഇത് നിന്നിലൂടെ തുടരും. രാഘവൻ അവളുടെ കഴുത്ത് വെട്ടിമാറ്റി. കാളിയുടെ ചോര ആ തറവാട്ടിലെ മണ്ണിലേക്ക് പടർന്നു പിടിച്ചു. തറവാടിന് തീപിടിക്കാൻ തുടങ്ങി. കത്തുന്ന തറവാട്ടിൽ നിന്നും രാഘവൻ എങ്ങനെയോ പുറത്തേക്ക് കൂടി രക്ഷപ്പെട്ടു. അടുത്ത ദിവസം പുലർച്ചെ മാളിയേക്കൽ തറവാട് പൂർണ്ണമായി കത്തിയമർന്നിരുന്നു. നാട്ടുകാരും പോലീസും അവിടെ എത്തുമ്പോൾ തമ്പുരാൻ്റെയും കരിമ്പൻ കാളിയുടെയും കരിഞ്ഞ ശവശരീരങ്ങൾ അവർ കണ്ടെത്തി. എന്നാൽ രാഘവനെ അവിടെയെങ്ങും കണ്ടില്ല. വറ്റിവരണ്ട ഭാരതപ്പുഴയുടെ തീരത്തുകൂടി ഒരു രൂപം അപ്പോഴും നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു. അത് രാഘവനായിരുന്നു. അവൻ പുഴയിലെ ചെറിയൊരു നീരുറവയിലെ വെള്ളത്തിൽ തൻ്റെ മുഖം നോക്കി. വെള്ളത്തിൽ പ്രതിഫലിച്ച തൻ്റെ രൂപം കണ്ട് രാഘവൻ ഭയത്തോടെ പിന്നോട്ട് മാറി. അവൻ്റെ കണ്ണുകൾ സാധാരണ മനുഷ്യൻ്റേതായിരുന്നില്ല. അവ തിളങ്ങുന്ന വന്യമായ മൃഗത്തിൻ്റെ കണ്ണുകളായി മാറിക്കഴിഞ്ഞിരുന്നു. കാളിയുടെ അവസാനത്തെ ശാപം ഫലിച്ചിരുന്നു. ഒടിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയ രാഘവനിലേക്ക് ഒടിവിദ്യയുടെ കറുത്ത ആത്മാവ് പടർന്നു കയറിയിരുന്നു. അവൻ പതുക്കെ പുഴക്കരയിലെ ഒരു കരിമ്പനയുടെ ചുവട്ടിലേക്ക് നടന്നു നീങ്ങി. ഇരുളിലേക്ക് മറഞ്ഞു. കിഴക്കേക്കര ഗ്രാമത്തിൽ വീണ്ടും ഒരു കറുത്ത വാവ് വന്നെത്തി. മാളിയേക്കൽ തറവാട് കത്തിയമർന്നിട്ടും ആ മണ്ണിലെ ചോരമണവും കരിമ്പനക്കാടുകളിലെ വന്യതയും മാറിയിരുന്നില്ല. കാളിയുടെ ശാപമേറ്റ് പകുതി മനുഷ്യനും പകുതി മൃഗവുമായി മാറിയ രാഘവൻ ഭാരതപ്പുഴയുടെ തീരത്തെ ഇരുളടഞ്ഞ ഗുഹകളിലൊന്നിൽ ഒളിച്ചു ജീവിക്കുകയായിരുന്നു. പകൽ സമയങ്ങളിൽ മനുഷ്യനായും രാത്രിയായാൽ കണ്ണുകളിൽ ചോരത്തിളപ്പുള്ള ഒടിയനായും അവൻ മാറി. തൻ്റെ ഈ വികൃത രൂപത്തിൽ നിന്നും മോചനം നേടാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ഒടിവിദ്യയുടെ കറുത്ത ആത്മാവ് അവൻ്റെ ചോരയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. ഗ്രാമത്തിൽ വീണ്ടും കന്നുകാലികൾ ചത്തൊടുങ്ങാനും ആളുകൾ അർദ്ധരാത്രിയിൽ കഴുത്തൊടിഞ്ഞ് വീഴാനും തുടങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലായി. ഒടുവിൽ കിഴക്കേക്കരകാവിലെ പ്രായം ചെന്ന വലിയ വെളിച്ചപ്പാട് ഒരു സത്യം വിളിച്ചു പറഞ്ഞു. ചാമിയൊടിയൻ്റെ വംശം തീർന്നു, പക്ഷേ ഒടിബാധ ഇപ്പോൾ ഒരു അന്യനാട്ടുകാരനിലാണ് കൂടിയിരിക്കുന്നത്. അവനെ അടക്കിയില്ലെങ്കിൽ ഈ ഗ്രാമം ഒരു ശ്മശാനമാകും. അമാവാസി രാത്രി വെളിച്ചപ്പാടിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തീപ്പന്തങ്ങളുമായി പുഴക്കരയിലേക്ക് നീങ്ങി. കാവിലെ വലിയ വെങ്കലമണികളും ചെണ്ടമേളവും ആ രാത്രിയെ പ്രകമ്പനം കൊള്ളിച്ചു. ശബ്ദം കേട്ട് ഗുഹയ്ക്കുള്ളിൽ നിന്നും രാഘവൻ പുറത്തേക്ക് വന്നു. അവൻ്റെ ശരീരം അതിവേഗം മാറിക്കൊണ്ടിരുന്നു.
നഖങ്ങൾ നീണ്ട് നട്ടെല്ല് വളഞ്ഞ് അവൻ ഒരു കൂറ്റൻ കരിങ്കാലിപ്പോത്തിൻ്റെ രൂപം സ്വീകരിച്ചിരുന്നു. എന്നാൽ അവൻ്റെ മുഖം രാഘവൻ്റേത് തന്നെയായിരുന്നു. കണ്ണുകളിൽ നിന്നും ചോരയൊലിക്കുന്ന രാഘവൻ. രാഘവ, നിന്റെ ആത്മാവിനെ ആ പിശാചിനെ വിട്ടുകൊടുക്കരുത്. ഒടിവിദ്യയുടെ ഈ കറുത്ത കയർ അറുത്തുമാറ്റൂ. വെളിച്ചപ്പാട് തൻ്റെ കയ്യിലെ പള്ളിവാൾ വായുവിൽ വീശി അലറി. രൂപം മാറിയ രാഘവൻ ഒരൊറ്റ കുതിപ്പിന് വെളിച്ചപ്പാടിന് നേർക്ക് പാഞ്ഞു വന്നു. അവൻ്റെ ഭാരമേറിയ കുളമ്പുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങി. ഭീകരമായ കാറ്റിൽ തീപ്പന്തങ്ങൾ ഓരോന്നായി കെട്ടുപോയി. നാട്ടുകാർ ഭയന്നോടിയെങ്കിലും വെളിച്ചപ്പാട് ഉറച്ചു നിന്നു. അദ്ദേഹം കാവിലമ്മയുടെ മന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉരുവിട്ടുകൊണ്ട് തൻ്റെ കയ്യിലെ പള്ളിവാളും കൊണ്ട് രാഘവൻ്റെ നേർക്ക് ചാടി. രാഘവൻ്റെ വന്യമായ കരുത്തിന് മുന്നിൽ വെളിച്ചപ്പാട് ദൂരേക്ക് തെറിച്ചു വീണു. അദ്ദേഹത്തിൻ്റെ നെഞ്ചു തകർന്നു. എങ്കിലും മരിക്കുന്നതിന് മുൻപ് കാവിലെ വിശുദ്ധമായ ഭസ്മവും കുങ്കുമവും അടങ്ങിയ കിഴി അദ്ദേഹം രാഘവൻ്റെ നെറ്റിയിലേക്ക് എറിഞ്ഞു. ഓം ക്രീം കാളികായേ നമ. ആ മന്ത്രധ്വനിയും വിശുദ്ധ ഭസ്മവും രാഘവൻ്റെ ശരീരത്തിൽ പതിച്ച നിമിഷം അവൻ്റെ ഉള്ളിലെ ഒടിബാധ അലറി വിളിക്കാൻ തുടങ്ങി. രാഘവൻ്റെ ശരീരത്തിൽ നിന്നും കറുത്ത പുകയുയർന്നു. ഒടിയൻ്റെ മൃഗരൂപം ഉരുകിപ്പോകാൻ തുടങ്ങി. അവൻ വീണ്ടും പൂർണ്ണ മനുഷ്യനായി നിലത്ത് വീണുപിടഞ്ഞു. ഉള്ളിലെ ഒടിവിദ്യയുടെ കറുത്ത ശക്തിയും അവൻ്റെ മനുഷ്യ ശരീരവും തമ്മിൽ ഒരു വലിയ പോരാട്ടം നടന്നു. രാഘവന് മനസ്സിലായി, താൻ ജീവിച്ചിരുന്നാൽ ഈ ശാപം ഒരിക്കലും അവസാനിക്കില്ല. ഒടിയൻ വീണ്ടും തന്നെ കീഴടക്കും. അവസാന നിമിഷത്തിൽ രാഘവൻ്റെ ഉള്ളിലെ മനുഷ്യൻ ഉണർന്നു. അവൻ നിലത്തുകിടന്ന വെളിച്ചപ്പാടിൻ്റെ മൂർച്ചയുള്ള പള്ളികൾ കൈക്കലാക്കി. ഈ കറുത്ത വിദ്യ ഇനി മണ്ണിൽ അവശേഷിക്കില്ല, രാഘവൻ കരഞ്ഞുകൊണ്ട് മന്ത്രിച്ചു. നാട്ടുകാർ നോക്കി നിൽക്കെ രാഘവൻ ആ പള്ളിവാൾ സ്വന്തം നെഞ്ചിലേക്ക് ആഴ്ത്തിറക്കി. അവനിൽ നിന്നും കറുത്ത രക്തം ഭാരതപ്പുഴയുടെ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങി. അതോടൊപ്പം ചാമിയൊടിയനിലൂടെയും കൊരപ്പനിലൂടെയും കാളിയിലൂടെയും പടർന്ന ഒടിവിദ്യയുടെ കറുത്താത്മാവ് ഒരു പുകച്ചുരുളായി വായുവിൽ അലിഞ്ഞില്ലാതായി. പിറ്റേന്ന് കിഴക്കേക്കരയിൽ സൂര്യൻ ഉദിച്ചേർന്നത് വല്ലാത്തൊരു ശാന്തതയോടെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കരിമ്പനക്കാടുകളിലെ കാറ്റിന് വന്യത നഷ്ടപ്പെട്ടിരുന്നു. വറ്റിവരണ്ട പുഴക്കരയിൽ വെളിച്ചപ്പാടിൻ്റെ ശരീരത്തിനരികിൽ രാഘവൻ്റെ മൃതദേഹവും കിടപ്പുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ മുഖത്ത് ഭയമോ വന്യതയോ ഉണ്ടായിരുന്നില്ല. പകരം ശാപമോക്ഷം കിട്ടിയ ഒരു വലിയ ആശ്വാസമായിരുന്നു ആ മുഖത്ത്. നാട്ടുകാർ അവനെ ഒരു ഭീകരനായല്ല, മറിച്ച് ആ ഗ്രാമത്തെ ഒടിവിദ്യയിൽ നിന്നും എന്നേക്കുമായി രക്ഷിച്ച രക്ഷകനായി കണ്ട് ആദരവോടെ സംസ്കരിച്ചു. അതിനുശേഷം കിഴക്കേക്കര ഗ്രാമത്തിൽ ആരും ഒടിയൻ എന്ന പേര് കേട്ടിട്ടില്ല. കറുത്തവാവു രാത്രികളിൽ കരിമ്പനക്കാടുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഇപ്പോൾ ആർക്കും ഭയം തോന്നാറില്ല. കാരണം ഓടിമറഞ്ഞ ആ രാത്രിയോടെ കിഴക്കേക്കരയിലെ അവസാനത്തെ ഒടിയനും ഓർമ്മയായി കഴിഞ്ഞിരുന്നു.